നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കുന്നംകുളം നഗരസഭയുടെ അനക്സ് കെട്ടിടത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു. AC മൊയ്തീൻ MLAയുടെ 2023-2024 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസിലെ പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇഴജന്തുക്കളും വൻമരങ്ങളും കാണിപ്പയ്യൂരിൽ അംഗൻവാടി കെട്ടിടം അപകട ഭീഷണിയിൽ. പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. സുമനസ്സുകളുടെ മാതൃകാ പ്രവർത്തനം. 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡ് ചേറ്റുവ പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. ആധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കുന്നംകുളം നഗരസഭയുടെ അനക്സ് കെട്ടിടത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു. AC മൊയ്തീൻ MLAയുടെ 2023-2024 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. 3 നിലകളിലായിട്ടാണ് അനക്സ് കെട്ടിടം നിർമ്മിക്കുക. 9392 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ബേസ്മെന്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, 1-ാം നില എന്നിങ്ങനെ ഒരുക്കും. ലിഫ്റ്റ് സൗകര്യവും ഉണ്ടാകും. ഗ്രൗണ്ട് ഫ്ലോറിലും 1-ാം നിലയിലുമായിട്ടാണ് ഓഫീസ് പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക. മനോഹരവും വിശാലവുമായ പാർക്കിംഗ് സംവിധാനം, ഫ്രണ്ട് ഓഫീസ് എന്നിവയും സജ്ജമാക്കും. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസിലെ പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് മാസം 4-ന് തൃത്താല ഞാങ്ങാട്ടിരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 4 പേർ ചേർന്ന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ കളിയാക്കുകയും ഇതിൽ പ്രകോപിതനായ റാഫിയും സുഹൃത്തുക്കളും ഈ 4 പേരെയും കാഞ്ഞിരത്താണിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് റാഫിക്കെതിരെ കേസെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. പോലീസിനെ വെട്ടിച്ച് ഒളിവ് ജീവിതം നയിക്കുന്നതിനിടെ റാഫി കാഞ്ഞിരത്താണിയിലെ വസതിയിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് വീടിന്റെ അടുക്കളയിൽ അലമാരയുടെ പുറകുവശത്തായി ഒരു വാതിലും അതുമായി ബന്ധപ്പെട്ട രഹസ്യ അറയും പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് സാഹസികമായി ഈ രഹസ്യ അറയിൽ കടക്കുകയും ഇതിനകത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന റാഫിയെ പിടികൂടുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇയാളെ പോലീസ് പിടികൂടുന്നത്. പ്രതിക്കെതിരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും തൃത്താല, ചങ്ങരംകുളം എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസുകളും നിലവിലുണ്ട്. പിടിയിലായ റാഫിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷൊർണൂർ DYSP ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, തൃത്താല CI മനോജ് K. ഗോപി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി 33,000 രൂപ കവർന്നു. എടക്കഴിയൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം പോത്തേഴത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ബൈക്കിലെത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറുകയും പണം മോഷ്ടിക്കുകയുമായിരുന്നു. ഈ സമയം കടയിൽ ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പണം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി തൊട്ടടുത്തുള്ള അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഇഴജന്തുക്കളും വൻമരങ്ങളും കാണിപ്പയ്യൂരിൽ അംഗൻവാടി അപകട ഭീഷണിയിൽ. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകും. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള കാണിപ്പയ്യൂർ മംഗളോദയം അങ്കണവാടിയാണ് ഇഴജന്തുക്കൾ നിറഞ്ഞും ഏതു നിമിഷവും നഴ്സറിക്ക് മുകളിലേക്ക് വീഴാറായി നിൽക്കുന്ന വൻമരങ്ങൾ കൊണ്ടും അപകട ഭീഷണിയിലായിരിക്കുന്നത്. തെങ്ങിൽ നിന്നും തേങ്ങ നിരന്തരം അങ്കണവാടിയുടെ മുകളിലേക്ക് വീണ് ഷീറ്റുകൾ തകരുകയാണ്. അങ്കണവാടിക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ഭീഷണി ഉയർത്തുന്നുണ്ട്. നിരന്തരം തേങ്ങ വീഴുന്നതിനാൽ ഷീറ്റ് തകർത്ത് തേങ്ങ അങ്കണവാടിക്കുള്ളിലേക്ക് വീഴുമെന്ന ഭീതിയിലാണ് കുരുന്നുകളുടെ രക്ഷിതാക്കളും ഇവിടുത്തെ ജീവനക്കാരും. അങ്കണവാടിയോട് ചേർന്നുള്ള സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കാടുപിടിച്ച് കിടക്കുന്ന പറമ്പിൽ നിന്നും ഇഴജന്തുക്കളും കുറുനരിയും ഉൾപ്പെടെയുള്ളവയും ഇവിടേക്കെത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. നഗരസഭാ അധികൃതർക്കും വാർഡ് കൗൺസിലർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും BJP പ്രവർത്തകരായ രാഹുൽ ചന്ദ്രൻ, സുബീഷ്, ബിനു, സൂരജ് എന്നിവർ ആവശ്യപ്പെട്ടു.
കാണിപ്പയ്യൂർ 16 വാർഡ് അങ്കൻവാടി സ്ഥിതി ചെയ്യുന്ന അപ്പുറത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്ലാവും തെങ്ങുകളും അംഗൻവാടിക്ക് ഭീഷണിയായി നിൽക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാർ കൗൺസിലർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയെടുക്കാൻ ഇതുവരെയും കൗൺസിലർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്വകാര്യ വ്യക്തിയുടെ പ്ലാവിൻ്റെയും തെങ്ങിൻ്റെയും ചക്കകളും തേങ്ങകളും വീണ് ഈ അംഗൻവാടിയുടെ ഷീറ്റുകൾ മൊത്തം നശിച്ച രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് കൗൺസിലർ ഇത് മുറിച്ച് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ നഗരസഭ എത്രയും പെട്ടെന്ന് ഇവർക്ക് നോട്ടീസ് കൊടുത്ത് ഇത് മുറിപ്പിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുമാണ് ഞങ്ങൾക്ക്. വരവൂർ പഞ്ചായത്ത് 13-ാം വാർഡ് ദേവിച്ചിറ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം തിച്ചൂർ വായനശാല ഹാളിൽ നടന്നു. തിച്ചൂർ സെൻട്രൽ നിന്ന് നാദസ്വരം, കാവടി എന്നിവയുടെ ഘോഷയാത്രയായിട്ടാണ് തൊഴിലാളികളെ എത്തിയത്. തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VT സുജീഷ് അധ്യക്ഷനായി. CDS മെമ്പർ NK സരോജിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദാമണി, വിമല പ്രഹ്ലാദൻ, മെമ്പർമാരായ VK സേതുമാധവൻ, PK അനിത, NREG AE AB സിന്ധു, ഉദ്യോഗസ്ഥ V വിധു, മേറ്റ് M ശ്രീദേവി, വായനശാല സെക്രട്ടറി K സുദാസ് എന്നിവർ സംസാരിച്ചു. 5 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആരോഗ്യവകുപ്പും ഒരുമനിയൂർ പഞ്ചായത്തും സംയുക്തമായി വ്യാപാര ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഹോട്ടൽ അടപ്പിച്ചു. തങ്ങൾപ്പടിയിലെ ഹോട്ടൽ തങ്ങൾസ് രുചിക്കൂട്ടാണ് താൽക്കാലികമായി അടപ്പിച്ചത്. മലിനജലം പുറത്തേക്ക് ഒഴുക്കിയതും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും കുടിവെള്ള പരിശോധന നടത്താതിരുന്നതും ലൈസൻസ് ഇല്ലാതിരുന്നതും മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനുമാണ് ഹോട്ടൽ അടപ്പിച്ചത്. വിവിധ നിയമലംഘനങ്ങൾ നടത്തിയ 10 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും ചെയ്തു. 7 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധനകളുണ്ടായി. വേണ്ട മുൻകരുതലുകളില്ലാതെ തൊഴിലാളികളെ പാർപ്പിച്ചതിന് കെട്ടിട ഉടമയ്ക്കെതിരെ പിഴ ചുമത്തി. പരിശോധനയ്ക്ക് ഒരുമനിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് PM വിദ്യാസാഗർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ HJ സുഷിജ, പഞ്ചായത്ത് ക്ലർക്ക് K രാജേഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുനുമുച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരം 2025 വെങ്കിടങ്ങ് സ്വദേശി KR ജോർജ് മാസ്റ്റർക്ക് സമ്മാനിച്ചു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ച യോഗം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പ്ലസ് ഫോറം സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു, സാമൂഹിക പ്രവർത്തകനായ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അമ്പിളി പീറ്റർ പ്രശസ്തി പത്രം വായിച്ചു. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നതാണ് തന്റെ കർത്തവ്യമെന്ന് മറുപടി പ്രസംഗത്തിൽ KR ജോർജ് മാസ്റ്റർ പറഞ്ഞു. സത്സംഗ് കോർഡിനേറ്റർ ജോമി ജോൺസൺ സ്വാഗതവും അനന്യ PS നന്ദിയും പറഞ്ഞു. ഒറ്റയാൾ സമരത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് മാസ്റ്റർക്ക് അവാർഡ് നൽകിയത് എന്ന് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഫ്രെഡി KB അറിയിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ ഹെഡ് മാസ്റ്ററും ട്രിച്ചൂർ ട്രോഫി സ്ഥാപകനുമായ മറ്റം കാക്കശ്ശേരി വീട്ടിൽ KO ജെയിംസ് മാസ്റ്റർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഹൈസ്കൂൾ അധ്യാപകനായിരിക്കെ 7 കേരള നേവൽ NCC ഓഫീസറായിരുന്നു. 27 വർഷക്കാലം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി മതബോധന അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ട്രസ്റ്റിയായും മറ്റം ഫൊറോന പള്ളി ട്രസ്റ്റിയായും കാക്കശ്ശേരി സമാജം സെക്രട്ടറിയായും പ്രവർത്തിച്ചു. സ്വന്തം നാട്ടിൽ വ്യവസായ സംരംഭം നടത്താൻ പലരും താൽപ്പര്യപ്പെടാത്തപ്പോൾ സഹോദരൻ തോമസ് മാസ്റ്ററുമായി ചേർന്ന് ട്രിച്ചൂർ പബ്ലിക്കേഷനും പിന്നീട് ട്രിച്ചൂർ ട്രോഫീസും ആരംഭിച്ചു. നാട്ടിലുള്ള 40ഓളം പേർക്ക് വരുമാന മാർഗമായി ട്രിച്ചൂർ ട്രോഫീസിനെ വളർത്തിയെടുത്തു. ട്രിച്ചൂർ ട്രോഫീസിന് മറ്റ് സ്ഥലങ്ങളിൽ ഇന്ന് മറ്റം ട്രോഫിയായി അറിയപ്പെടുന്നു. മറ്റം എന്ന ഗ്രാമത്തിന്റെ പേര് എല്ലായിടത്തും എത്തിക്കുവാൻ ട്രിച്ചൂർ ട്രോഫീസിന് സാധിച്ചു. 10ലധികം തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മറ്റം ട്രോഫികൾ സമ്മാനമായി വിതരണം ചെയ്തിട്ടുണ്ട്. കേച്ചേരി ബ്രാഞ്ച്, സാന്ത്വന പാലിയേറ്റീവ് കെയർ മറ്റം, എളവള്ളി ക്ഷീര വ്യവസായ സംഘം, മറ്റം സഹകരണ സംഘം എന്നിവയിലെ മെമ്പറായിരുന്നു. എലിസബത്താണ് ഭാര്യ. ഗുരുവായൂർ മെയിൻ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ ക്ലിന്റ് മകനും പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപിക ക്രിസ്റ്റി മകളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഗുരുവായൂർ നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രത്യുഷ, AC രഘു എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ തൊഴിലാളി വർഗം പോരടിക്കുമ്പോൾ
സ്വതന്ത്ര തിരുവിതാംകൂറിന് അഭിവാദ്യങ്ങൾ നേർന്ന് സർസിപ്പിക്ക് കത്തയച്ചവരാണ് സംഘപരിവാർ എന്ന് CPM കേന്ദ്ര സമിതി അംഗം പൂത്തിലത്ത് ദിനേശൻ ഗുരുവായൂർ കൃഷ്ണപിള്ള സ്ക്വയറിൽ നടന്ന കൃഷ്ണപിള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനമായിട്ടാണ് പ്രവർത്തകർ അനുസ്മരണ ചടങ്ങിൽ എത്തിയത്. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കനിവ് തേടുന്നു. സുമനസ്സുകൾ പിന്തുണയ്ക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. പെരുവലൂർ പുല്ലൂർ പൂവന്ത്ര 56 വയസ്സുള്ള ജോഷിയാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നത്. ദൈനംദിന ചിലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുരളി പെരുന്നെല്ലി MLA, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് എന്നിവർ രക്ഷാധികാരികളായും 2ാം വാർഡംഗം TG പ്രവീൺ ചെയർമാനും PK ഷമ്മികുമാർ കൺവീനറും PG ബാജി ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ പേ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണെന്ന് ഭാരവാഹികളായ TG പ്രവീൺ, PK ഷമ്മികുമാർ, PG ബാജി, VT ശ്രീകൃഷ്ണൻ, TV ശശി എന്നിവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എല്ലാ ക്ലബ്ബ് ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് ഒരു സമിതി കൂടുകയും അതിൽ ബഹുമാന്യ കേന്ദ്രമന്ത്രി, അതുപോലെ മുരളി പെരുന്നെല്ലി MLA, ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഞങ്ങൾ അന്ന് അവരൊക്കെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് അന്ന് യോഗം കൂടിയത്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ഏതാണ്ട് 15 ലക്ഷം രൂപ ചെലവാണ് അദ്ദേഹത്തിന് വരുന്നത്. 2 വൃക്കകളും ആൾക്ക് തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മള് സുമനസ്സുകളുടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്. കാട്ടകാമ്പാൽ പള്ളിക്ക് മുന്നിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലെ കാനകൾ സ്ലാബ് മൂടി അപകടം ഒഴിവാക്കണമെന്നും കാട്ടകാമ്പാൽ ചിറക്കൽ റോഡിലെ പലയിടത്തും അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പൂരത്തിന്റെ ഭാഗമായി നടത്തിയ തട്ടിക്കൂട്ട് ടാറിംഗ് പലയിടത്തും ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടതായും വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും യോഗം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോർജ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, മോൺസി ചെറുവത്തൂർ, രാജൻ പഴുന്നാൻ, ബെൻസൺ ബാബു, കുഞ്ഞൻ പെരുന്തിരുത്തി എന്നിവർ സംസാരിച്ചു. സുമനസ്സുകളുടെ മാതൃകാ പ്രവർത്തനം. 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6ാം വാർഡ് ചേറ്റുവപ്പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. കടപ്പുറം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PK മൊയ്തുണ്ണി ഹാജിയുടെ മക്കളായ സുൽഫിക്കർ ഹാജി, ഷെരീഫ്, നൂർജഹാൻ, ഷിഹാബുദ്ദീൻ എന്നിവർ 12 സെന്റും കുറുപ്പത്ത് കായൽ ബക്കർ 2 സെന്റും സംയുക്തമായി ചേർന്ന് 14 സെന്റ് ഭൂമി ദാനമായി നൽകിയപ്പോഴാണ് നിരവധി വീടുകൾക്ക് 10 അടി വീതിയിൽ റോഡ് യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ഭൂമി നൽകിയവർക്ക് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഉള്ളപ്പോഴാണ് ഈ സത്പ്രവൃത്തി ശ്രദ്ധേയമാകുന്നത്. ഭൂമിയുടെ രേഖകൾ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റിനെ MA സുൽഫിക്കർ ഹാജി, ഷിഹാൽ അണ്ടിപ്പാട്ടിൽ എന്നിവർ ചേർന്ന് കൈമാറി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം സുനിത പ്രസാദ്, വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ചേലോട്ടുങ്ങൽ ഷറഫു, PV ഹൈദരലി, ഖത്തർ KMCC അംഗം LV ത്വൽഹത്ത്, റോഡ് നിർമ്മാണ സമിതി അംഗങ്ങളായ PV അബൂബക്കർ, കാസിം മേനോത്ത്, നാസർ PV, വിഷ്ണു KR എന്നിവർ പങ്കെടുത്തു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടന്നു. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ നടന്ന സമ്മേളനം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറി സെക്രട്ടറി ഫാദർ ആന്റണി കൂടത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു.
തുടർന്ന് തിരുവചന സന്ദേശം നൽകി. CSI പള്ളി വികാരി ഫാദർ കെ സിജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൊസൈറ്റിയുടെ കുന്നംകുളം ബ്രാഞ്ച് സെക്രട്ടറി ജോസ് ഫ്രാൻസിസ് വാർഷിക റിപ്പോർട്ടും ഡോക്ടർ ലോഫ്സൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സൊസൈറ്റി നടത്തിയ ബൈബിൾ ക്വിസിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മേളനത്തിൽ ബൈബിൾ പ്രദർശനവും വിപണനവും ഉണ്ടായി. സൊസൈറ്റി മാർക്കറ്റിംഗ് ഓഫീസർ എൽസൺ പോൾ, ചാലിശ്ശേരി മാർത്തോമ പള്ളി വികാരി ഫാദർ സുനു കോശി, കുന്നംകുളം ബ്രാഞ്ച് ട്രഷറർ ഡോക്ടർ KC ലോഫ്സൺ, CV സാബു എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പുതുമയുള്ള സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ റോബോട്ടിക് കിറ്റ് പ്രോഗ്രാമിലൂടെ ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പുതിയ സൃഷ്ടികൾ തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യദിനത്തിൽ ദേശഭക്തി ഗാനത്തിൻ്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന പതാകയാണ് ഇതിനകം വൈറലായി മാറിയത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇവ സ്കൂളിൽ പ്രദർശിപ്പിച്ചത് കയ്യടി നേടി. ഇതിൻ്റെ ദൃശ്യങ്ങൾ കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K അൻവർ സാദത്ത് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് കുട്ടികളുടെ സൃഷ്ടിയെ പ്രശംസിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി കഴിഞ്ഞ മാസം അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി. കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത്. ഇവയുടെ പ്രവർത്തന മാതൃകയും ശ്രദ്ധേയമായി. ഹരിതമിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും. ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ്, സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും ഈ വിജയങ്ങൾക്ക് വലിയ പിന്തുണയായി. 2018-19 വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച 2ാമത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ PhD നേടിയ ഡോക്ടർ കീർത്തി മേരി ഫ്രാൻസിസിനെ വേലൂർ ചിന്താവേദി വായനശാല ആദരിച്ചു. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. ചിന്താവേദി ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷനായി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് സംസ്കൃതം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജസ്റ്റിൻ ജോർജ് മുഖ്യാതിഥിയായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ചിന്താവേദി സെക്രട്ടറി PR അനന്തകൃഷ്ണൻ, ട്രഷറർ TK സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. ചിന്താവേദി വായനശാല സ്ഥാപകാംഗവും പൊതുപ്രവർത്തകനുമായ AV ഫ്രാൻസിസിൻ്റെയും അന്തരിച്ച ജസീന്തയുടെയും മകളാണ് ഡോക്ടർ കീർത്തി മേരി ഫ്രാൻസിസ്. ഗുരുവായൂരിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും രാഷ്ട്രീയ മാറ്റം അനിവാര്യമായിരിക്കുകയാണെന്ന് നടൻ ശിവജി ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാക്കിയ അഭിപ്രായ സർവേ QR കോഡ് സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യ പാർട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അവരുടെ പ്രവർത്തനങ്ങളിലും പദ്ധതി നിർവഹണത്തിലും കാണാൻ കഴിയുമെന്നും ഇതിന് മാറ്റം വരുത്താൻ ആം ആദ്മി പാർട്ടി മുന്നോട്ട് ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ലഹരി വിരുദ്ധ ചുമർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതവും കുടുംബവും ലഹരിയായി മാറേണ്ടതിന്റെ ആവശ്യകതയാണ് ചുമരിൽ വരച്ചത്. പ്രിൻസിപ്പൽ വൃന്ദ KV അധ്യക്ഷയായ യോഗത്തിൽ സീനിയർ അധ്യാപിക ശ്രീകല MB, UP ടീച്ചർ ദീപ R തുടങ്ങിയവർ സംസാരിച്ചു. NSS വളണ്ടിയർ ആര്യ KS സ്വാഗതവും ആര്യ C നായർ നന്ദിയും പറഞ്ഞു. ലീഡർമാരായ അനന്തകൃഷ്ണൻ, ഗായത്രി ബാബു, ഇമ്മാനുവൽ, അഭിനയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ LF കോളേജിലെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J ബിൻസി ഉദ്ഘാടനം ചെയ്തു. മൾട്ടിമീഡിയ വിഭാഗം വിദ്യാർത്ഥിനികൾ എടുത്ത ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രദ്ധേയരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, ഫോട്ടോ മെമ്മറി ഷെയറിംഗ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. ഫോട്ടോ പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. പൊതുജനങ്ങൾക്കും പ്രദർശനം കാണുവാൻ അവസരമുണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു.
മാക്സികൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തങ്കോട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകുവാനാണ് ഇവർ മാക്സികൾ തയ്ക്കുന്നത്. സ്കൂളിലെ NSS വോളണ്ടിയർമാരും സൂചി നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ, റോമിത്, ലിയ, നിവേദ്യ കൃഷ്ണ, മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത്. ചിറമനേങ്ങാട് കനിവ് വൃദ്ധസദനത്തിലെ 20 മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത്. വൃദ്ധസദനത്തിൽ ചെന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ മാക്സികൾ ഒരുക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മാക്സി തയ്ക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ശിശുദിനത്തിന്റെ അന്ന് അംഗനവാടിയിലെ കുട്ടികൾക്ക് ജുബ്ബ തയ്ച്ചു കൊടുത്തിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ വർഷം വിനീത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ തയ്ക്കാന്ന് വിചാരിച്ചു. വേണ്ടി പോയപ്പോൾ അവർ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ചിലവർക്ക് കളേഴ്സ് വ്യത്യാസം, അതുപോലെ ഡിസൈൻസ് ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട്. NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് കുട്ടികൾ 20 അന്തേവാസികൾക്കാണ് കുട്ടികൾ മാക്സികൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകുവാനും അതിലൂടെ സാമൂഹ്യ സേവനം ചെയ്യുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, പ്രിൻസിപ്പാൾ വി സ്മിത, ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട്. PTA, MPTA, SMC കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതോടൊപ്പം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനവുമാണ് NSS യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികളായ അമ്മമാർക്ക് വേണ്ടി മാക്സി കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. അത് കുട്ടികൾ തന്നെ തയ്ച്ചു നൽകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മളുടെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക, നമ്മളുടെ NSS യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി NSS വിദ്യാർത്ഥികൾ ദേശീയ പതാക തയ്ച്ച് വിൽപ്പന നടത്തി ആ പണം കൊണ്ട് വൃദ്ധസദനത്തിലേക്ക് ഓണക്കോടി വാങ്ങി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം അങ്കണവാടിയിലെ കുട്ടികൾക്ക് ജുബ്ബകൾ തയ്ച്ചു നൽകിയിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടൊത്ത് ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് NSS വിദ്യാർത്ഥികൾ. ഇരുവൃക്കകളും തകരാറിലായ മോഹസേനയെ സഹായിക്കാനായി GHS കടവല്ലൂരിലെ NSS യൂണിറ്റ് സമാഹരിച്ച സഹായധനം കൈമാറി. PTA പ്രസിഡന്റ് VK മോഹനൻ, പ്രിൻസിപ്പൽ KV വൃന്ദ, വളണ്ടിയർ ലീഡർ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് തുക കൈമാറി. മോഹസേന സഹായ സമിതി കൺവീനർ നിഷിൽ മോഹൻ, ചെയർമാൻ KV അരവിന്ദാക്ഷൻ എന്നിവർ ഏറ്റുവാങ്ങി. വളണ്ടിയർ റിനി മാത്യു സ്വാഗതവും ഇമ്മാനുവൽ നന്ദിയും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി S സിമിൽ, അധ്യാപകരായ TP ഷീബ, സരിത ഗോപാൽ, കരിയർ ഗൈഡ് സബിത, KN ആര്യ തുടങ്ങിയവരും വളണ്ടിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയുടെ 81ാമത് ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ സെന്ററിൽ ചേർന്ന അനുസ്മരണ ചടങ്ങ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, NA നൌഷാദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു.
KS വാസു, വേണു കിഴക്കാളൂർ, വത്സൻ ജോർജ്, RK സൈദുമോൻ, സിംസൺ കൂത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ജനറൽ സെക്രട്ടറി KC ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, KV ഗീവർ, ബിജു സി ബേബി, ഷാജി ആലിക്കൽ, ലീല ഉണ്ണികൃഷ്ണൻ, മിനി മോൺസി, ലബീബ് ഹസൻ, രേഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ജുലാൽ പരിസരത്ത് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥനയോടെ സമാരംഭം കുറിച്ച സദസ്സ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. സദ്ഭാവന പ്രതിജ്ഞയുമെടുത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നഗരസഭാ കൗൺസിലർ KP റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ബാലൻ വാർനാട്ട്, സ്റ്റീഫൻ ജോസ്, ശിവൻ പാലിയത്ത്, TK ഗോപാലകൃഷ്ണൻ, CK റൈമൺ, മുൻ കൗൺസിലർ C അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KK രഞ്ജിത്ത്, സിൻഡോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആധുനികതയിലേക്ക് നയിച്ചും പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നും സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് ജയശങ്കർ പറഞ്ഞു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു സി ജോബ്, NK അബ്ദുൾ മജീദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. കിരാലൂരിലെയും വേലൂരിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളും പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന PV അഷ്ടമൂർത്തിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം നടത്തി. കിരാലൂർ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം P മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും കിരാലൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ സന്തോഷ് വാറോട്ടലിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ ബേബി, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന പാർട്ടി അംഗം MK കൃഷ്ണൻ സ്വാഗതവും ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി PS രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചരമവാർഷികത്തിന്റെ ഭാഗമായി കാലത്ത് കിരാലൂരിൽ പ്രഭാതപേരിയും പുഷ്പാർച്ചനയും നടന്നു. സന്തോഷ് വാറോട്ടിൽ പതാക ഉയർത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായ യോഗം ചേർന്നു. 51 അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. 23-ന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുക്കധ്യാനം നടക്കും. സെന്റ് ജോൺസ് മിഷൻ ഡയറക്ടർ ജോണി തോളേലി ധ്യാനം നയിക്കും. 24-ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ എന്നിവയുണ്ടാകും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കീം മോർ കൂറിലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിൻ്റെ വിശുദ്ധ സോനോറെ വണക്കം, അത്താഴ സദ്യ എന്നിവയുണ്ടാകും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കൺവീനർ ജിനു നോബി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചോരിക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. പാവർട്ടി സംസ്കൃത കോളേജ് പരിസരത്ത് നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന മാർച്ച് പൂവത്തൂർ സെന്ററിൽ സമാപിക്കും. നൈറ്റ് മാർച്ചിൽ മുൻ MP TN പ്രതാപൻ, മുൻ MLA-മാരായ PA മാധവൻ, അനിലക്കര തുടങ്ങി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്ന് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അറിയിച്ചു. രാഹുൽ ഗാന്ധി വോട്ട് കളവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതിനോടൊപ്പം തന്നെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അദ്ദേഹം ബീഹാറിൽ തുടക്കം കുറിച്ച യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ MP ശ്രീ TN പ്രതാപൻ, മുൻ MLA ശ്രീ PA മാധവൻ, മുൻ MLA ശ്രീ അനിൽ അക്കര അടക്കം
ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിൽ പങ്കാളികളാകും. പ്രകൃതി സംരക്ഷണ സംഘം നേതൃത്വത്തിൽ ജൂലൈ 25 മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭൂമികയ്ക്ക് ഒരു തൈ പരിപാടിയുടെ വടക്കാഞ്ചേരി മേഖലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ SHO UK ഷാജഹാൻ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈയും ബ്രോഷറും SHOയ്ക്ക് കൈമാറി. മേഖലാ കോർഡിനേറ്റർമാരായ സജി ആറ്റത്തറ, റോബിൻ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ മുത്തശ്ശി മാത്തിരിയേടത്തേക്ക് യാത്രാമൊഴി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഇടവകാംഗമായ കുന്നംകുളം കാണിപ്പയ്യൂർ പുലിക്കോട്ടിൽ ഇട്ടൂപ്പിന്റെ ഭാര്യ മാത്തിരിയേടത്തി പ്രായത്തിന്റെ അവശതകളെ തോൽപ്പിച്ച സാന്നിധ്യമെന്നാണ് സഭാജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 20, 21 തീയതികളിൽ നടന്ന പള്ളിപ്പെരുന്നാൾ വരെ സജീവമായിരുന്നു അവർ. കഴിഞ്ഞ വർഷം 8 നോമ്പ് പെരുന്നാളിന്റെ ആരംഭം മുതൽ 8 ദിവസവും മാതാവിന്റെ മധ്യസ്ഥതയാചിച്ച് പള്ളിയിൽ താമസിച്ചു. ഏകദേശം 5 വർഷം മുമ്പ് വരെ 8 നോമ്പ് റസയിൽ വെള്ളിക്കുട പിടിച്ച് വിശ്വാസപൂർവ്വം പങ്കെടുത്തിരുന്ന മാതിരിയടത്തിക്ക് സെപ്റ്റംബർ 8 വിവാഹ വാർഷികം കൂടിയായതിനാൽ പെരുന്നാളിൽ പങ്കെടുക്കുക സന്തോഷമായിരുന്നു. 2 വർഷം മുമ്പ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരമൊരുക്കി. 2011 മുതൽ മഞ്ഞനിക്കര ദയറായിൽ വിശ്രമിക്കുന്ന പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാബയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സ്വന്തം ഇടവകയായ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നുള്ള സംഘത്തോടൊപ്പം 97 വയസ്സുവരെ തീർത്ഥയാത്രയിൽ പങ്കെടുത്തിരുന്നു. മഞ്ഞനിക്കരയിൽ കാലം ചെയ്ത ബന്യാമിൻ തിരുമേനിയുടെ കബറിടത്തിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ആത്മീയ ആവേശമായിരുന്നു. ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന കാലം ചെയ്ത പരിശുദ്ധ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാബയെ ഏറെ ഇഷ്ടമായിരുന്നു. ബാബയുടെ ശ്രാദ്ധ പെരുന്നാളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്നു. 2019 നവംബർ 27 തിരുവനന്തപുരത്ത് വെച്ചു നടന്ന ആർച്ച് ആക്ട് സമരത്തിലും സാന്നിധ്യം അറിയിച്ചു. 3 ആഴ്ച മുമ്പ് തൊഴിയൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയിരുന്നു. പിന്നീട് ക്ഷീണിതയായി. എവിടെ പോകുമ്പോഴും കൂടെ കൂട്ടിയിരുന്ന സഞ്ചിയിൽ കൽക്കണ്ടം സൂക്ഷിച്ച് പ്രിയപ്പെട്ടവർക്ക് സ്നേഹമധുരമേകി. വിയോഗ വിവരമറിഞ്ഞ് നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ വീട്ടിലെത്തിയത്. ബീന, പരേതരായ ബേബി, ബിൽബി എന്നിവർ മക്കളാണ്. അറിയിപ്പ്. കടങ്ങോട് പഞ്ചായത്തിൽ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ഓഗസ്റ്റ് 24-നകം പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുമെന്നും ഇനിയും ചെയ്യാത്തവർ അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ 21 വ്യാഴാഴ്ച മുതൽ രാവിലെ 10 മുതൽ 1 മണി വരെ പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. CPM നേതാവും ഇളവള്ളി പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന TK അബ്ദുൾ റഹ്മാന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ബ്രഹ്മകുളത്ത് നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CF രാജൻ, PR ബിനേഷ്, AC രമേശ് എന്നിവർ സംസാരിച്ചു. വേലൂർ കിരാലൂർ വിശ്വാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 43ാമത് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സെബിൻ MP, സെക്രട്ടറി ആൻഡു PJ, ട്രഷറർ ജോഷുവ VJ, ജനറൽ ക്യാപ്റ്റൻ ആദർശ് MP, സ്പോർട്സ് കോർഡിനേറ്റർ ഫെർണാണ്ടസ് NF, ആർട്സ് കോർഡിനേറ്റർ അനു PJ, മീഡിയ കൺവീനർ ഡേസൺ PD തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9180 രൂപ, സ്വർണം പവന് 73,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചർമ്മം ആറ്റത്ര നീലങ്കാവിൽ പരേതനായ തോമസ് ഭാര്യ ലിസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ബിന്ദു, സിന്ധു, സന്ധ്യ, ആൻഡു എന്നിവർ മക്കളാണ്. മമ്മിയൂർ പരേതനായ അറക്കൽ കുര്യാക്കുവിന്റെ മകൾ റോസ നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പഴഞ്ഞി അയ്യൂർ AKG നഗറിൽ പാലയൂർ പറമ്പിൽ പരേതനായ താമി ഭാര്യ ചീരു നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം അയ്യൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടന്നു. മോഹനൻ, തിലകമണി, രംഗനാഥൻ, പരേതനായ ഗോപി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
ആധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കുന്നംകുളം നഗരസഭയുടെ അനക്സ് കെട്ടിടത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു. AC മൊയ്തീൻ MLA 2023-2024 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസിലെ പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇഴജന്തുക്കളും വൻമരങ്ങളും കാണിപ്പയ്യൂരിൽ അംഗൻവാടി കെട്ടിടം അപകട ഭീഷണിയിൽ. പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. സുമനസ്സുകളുടെ മാതൃകാ പ്രവർത്തനം. 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡ് ചേറ്റുവ പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.